ക്യാറ്റ്ലിസ് കിലബെറുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം മികച്ച ജോലി. ഈ വിഷയത്തിൽ ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തി നമ്മളെ പ്രതിഷേധം അറിയിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പ്രധാനമന്ത്രി വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. പാർലമെന്റിൽ ഇന്നും വിദ്യാർത്ഥി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. കോൺഗ്രസ് എംപിമാർ ഒപ്പം പ്രതിപക്ഷ എംപിമാരൊക്കെ ഇതിനോടൊപ്പം തന്നെ പാർലമെന്റിലേക്ക് പുറപ്പെടുകയും ചെയ്തു. കറുത്ത വസ്ത്രം ധരിച്ചാണ് ഇന്നിപ്പോൾ പാർലമെന്റിലേക്ക് എംപിമാർ എത്തുന്നത്. നമുക്കൊപ്പം കൊടുക്കുന്ന സുരേഷ് എംപിയോട്, അദ്ദേഹം കറുത്ത വർഷത്തിൽ നിൽക്കുകയാണ്. എന്താണ് ഇന്നത്തെ ഒരു പ്രതിഷേധം, എങ്ങനെയാണ് ഇന്നത്തെ ഒരു സാഹചര്യം? ഇന്നും ഞങ്ങൾ ഈ നീറ്റ് പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് പാർലമെന്റ് ഉന്നയിക്കാൻ പോകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസിൻ്റെ ക്രൂരമായ ലാത്തി ചാർജ്, അതിനെ തുടർന്ന് ഇന്നലെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ നടത്തിയ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ പോലീസ് സ്വീകരിച്ച നിലപാട് പ്രതിപക്ഷ നേതാവിനെ വലിച്ചിഴയ്ക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്ത സംഭവങ്ങൾ അതിഗുരുതരമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും പാർലമെൻറ്റിൽ പ്രക്ഷുബ്ധമായിരിക്കും, ഈ വിഷയങ്ങൾ ഉന്നയിക്കും. പ്രധാനമന്ത്രി ഈ വിഷയത്തെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തണം. ആഭ്യന്തരമന്ത്രി ഡൽഹിയിൽ നടന്ന ലാത്തി ചാർജുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ ഭീകരമായി തല്ലിച്ചതച്ച വിഷയത്തെ സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന വേണം. ഈ വിഷയം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണം. മാത്രവുമല്ല, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ഇനി ഒരു നിമിഷം പോലും മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. മകരവിളക്ക് പ്രതിഷേധമുണ്ട്, എങ്ങനെയാണ് പദ്ധതി? ഇന്ന് രാവിലെ 10 മണിക്ക് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സാന്നിധ്യത്തിൽ ഇന്ത്യ ബ്ലോക്ക് നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. 10:30 പാർലമെൻറ്റിൻ്റെ പ്രധാന ഗേറ്റായ മകർദ്വാറിൽ പ്രതിപക്ഷ എംപിമാരുടെ വലിയ പ്രക്ഷോഭം നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എല്ലാവരും, പ്രതിപക്ഷ എംപിമാരെല്ലാവരും തന്നെ കറുത്ത വസ്ത്രം ധരിച്ച് പാർലമെൻറ്റിൽ എത്തണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് സാധാരണ മുണ്ടും ഷർട്ടും മാത്രമാണ്, വെള്ള ഷർട്ടും വെള്ള മുണ്ടുമാണ് സാധാരണ ഞാൻ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫുൾ കറുത്ത വസ്ത്രമായിട്ടാണ് പാർലമെന്റിലേക്ക് പോകുന്നത്. വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ വലിയ പ്രചാരണമാണ് BJP നടത്തുന്നത്. ആ പ്രചാരണത്തേക്ക് എങ്ങനെയാണ് കാണുന്നത്? അതൊന്നും വില പോവില്ല. കാരണം ഇന്ന് ഈ സർക്കാർ വല്ലാത്ത പ്രതിരോധത്തിലാണ്. മോഡി സർക്കാരിൻ്റെ എല്ലാ ഇമേജും നഷ്ടപ്പെട്ടു. സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ, അതുപോലെ തന്നെ BJPയുടെ ഈ ഭരണകാലത്ത് നടന്ന ഈ ക്രൂരമായ ലാത്തിച്ചാർജും വിദ്യാർത്ഥികൾ വേട്ടയും അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു കറുത്ത അധ്യായമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ അന്ത്യം കുറിക്കുന്ന ഒരു പ്രക്ഷോഭത്തിലേക്കാണ് ഇന്ത്യയിലെ ജനങ്ങൾ, വിദ്യാർത്ഥികൾ തുടക്കം കുറിച്ചിരിക്കുന്നു. അത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഈ പ്രക്ഷോഭത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്നു. താങ്കളെയൊക്കെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസിന്റെ നടപടി എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ഡീൻ കുര്യാക്കോസിനെയൊക്കെ തള്ളി നീക്കുന്ന അത്രത്തിൽ വലിയ സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലത്തെ പ്രക്ഷോഭത്തിൽ ആദ്യ അറസ്റ്റ് വരിക്കപ്പെട്ടവരാണ് ഞങ്ങളെയൊക്കെ വളരെ ഭീകരമായിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. എനിക്കിപ്പോൾ തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വേദനയുണ്ട്. കാരണം ഈ പോലീസുകാർ വളഞ്ഞു നിർത്തി തള്ളിക്കൊണ്ട് പോകുമ്പോൾ, വാനിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ അതിന് പുറകോട്ട് പോകുമ്പോൾ പുറകിൽ നിന്ന് കൈകൊണ്ടും അതുപോലെ തന്നെ ബൂട്ടിട്ട് ചവിട്ടുകയും കൈകൊണ്ട് പുഷ് തള്ളുകയും ചെയ്യുമ്പോൾ ഈ പോലീസുകാരുടെ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് ഒരുപാട് ബലപ്രയോഗങ്ങളിലൂടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകുകയും ശരീരം അടക്കം വേദന ഉണ്ടായി, ബാക്ക് പെയിൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇന്നലെ തന്നെ നല്ല പെയിൻ ഇപ്പോഴും ഉണ്ട്. ഇനിയും പെയിൻ അങ്ങനെ തുടരുകയാണെങ്കിൽ ആശുപത്രി പോയേ നിവൃത്തിയുള്ളൂ. ഞങ്ങളെപ്പോലും എംപിമാരാണെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് യാതൊരു മാന്യതയും കാണിക്കാതെയാണ് ഡൽഹി പോലീസിൻ്റെ ഒരുപക്ഷെ ഇന്ത്യയിലെ പോലീസ് ഇത്രയും ക്രൂരമായ മനോഭാവമുള്ള ഒരു പോലീസ് ഡൽഹി പോലീസാണ്. അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു മാന്യതയും മര്യാദയില്ലാതെയാണ് ഈ ഡൽഹി പോലീസ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ വിദ്യാർത്ഥികളെ നമ്മൾ നോക്കൂ, ആശുപത്രി കിടക്കുന്ന വിദ്യാർത്ഥികൾ, പല പല ചിത്രങ്ങളും പുറത്തു വന്നിരിക്കുന്നു. പെൺകുട്ടികൾ അടക്കമുള്ളവർക്ക് ഏൽക്കേണ്ടി വന്ന ഡൽഹി പോലീസിൻ്റെ ക്രൂരമായ ലാത്തിച്ചാർജ്, വിദ്യാർത്ഥികളാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെയല്ലേ ഈ ഡൽഹി പോലീസ് അവരെയൊക്കെ ഇങ്ങനെ ക്രൂരമായി തല്ലിച്ചതച്ചത്. ഏതെങ്കിലും പോലീസ് ചെയ്യുന്നതാണോ? മക്കളും അല്ലെങ്കിൽ ആമക്കൾ പെൺമക്കളും ഒക്കെ ഉള്ള പോലീസുകാർ ഇത് ചെയ്യുമോ? പക്ഷേ ഡൽഹി പോലീസിന് ആ ഒരു മര്യാദയൊന്നുമില്ല, അങ്ങനെ ഒരു പരിഗണനയും ഇല്ല. അങ്ങനെയാണ് ഡൽഹിയിലെ ഈ സമരത്തെ വിദ്യാർത്ഥി സമരത്തെ നേരിട്ടത്. ഇന്നലെ രാഹുൽ ഗാന്ധിയെയും വലിച്ചിഴച്ചു, പ്രിയങ്ക ഗാന്ധിയെ വലിച്ചിഴച്ചു. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണെന്ന് അറിഞ്ഞിട്ടുകൂടി അദ്ദേഹത്തോട് ഇന്നലെ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു?
ഒരു പ്രതിപക്ഷ നേതാവിന് ഇങ്ങനൊരു അവസ്ഥ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്. കോൺഗ്രസ് സമരമുഖത്തേക്ക് പ്രധാനമായും പ്രത്യേകിച്ച് പല വിമർശനങ്ങളുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വിദേശയാത്ര, അപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി സമരത്തിൽ നിങ്ങൾ നേരിട്ട് പ്രത്യക്ഷമായി എത്തി പിന്തുണയ്ക്കുക, അങ്ങനെ ഒരുപാട് വിമർശനങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ അതിജീവിക്കുന്ന വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു ഇന്നത്തെ. ഇല്ല, ഞങ്ങൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുന്നതിന് മുമ്പ് കോട്ടയിൽ പോയി ഈ സമരം നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട രാജസ്ഥാനിലെ കോട്ടയിൽ അതിശക്തമായ പ്രക്ഷോഭം നടത്തി. അതിനുശേഷം രാഹുൽ ഗാന്ധി വിദേശത്ത് നിന്ന് വന്നതിന് ശേഷം ഉടൻ തന്നെ ഡെറാഡൂണിൽ പോയി അവിടെയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ, നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ പല ഭാഗത്തും NSIU, കോൺഗ്രസ് പോഷക സംഘടനകൾ ഈ സമരം നടത്തി വരികയായിരുന്നു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് പാർട്ടിയോ ഈ സമരത്തിൽ ഇല്ലായിരുന്നു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ ഡൽഹിയിലെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരത്തിൻ്റെ പോക്ക് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ പോലീസിൻ്റെ ലാത്തിച്ചാർജ് കൂടി ഈ സമരത്തിന് നേരെ ഡൽഹി പോലീസിൻ്റെ ലാത്തിച്ചാർജും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്വീകരിച്ചിരിക്കുന്ന നിലപാടും കണ്ടപ്പോൾ ഇനി നമുക്ക് അഗ്രസീവായ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ രാഷ്ട്രപതി ഭവനിലേക്കുള്ള മാർച്ചാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും രാഷ്ട്രപതി സ്ഥലത്തില്ലാത്ത ഒരു സാഹചര്യത്തിൽ അടുത്ത സമര പരിപാടി എന്താണ് എന്ന് ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തുകൊണ്ട് പ്രധാനമന്ത്രിയാണ് ഇനി ഉത്തരവാദി ഈ വിഷയത്തിൽ, ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തി നമ്മളെ പ്രതിഷേധം അറിയിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. അല്ലാതെ പെട്ടെന്നാണ്. കാരണം രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് ചെയ്യുന്ന രാഷ്ട്രപതി സ്ഥലത്തിലെ വിദേശത്താണ്. അപ്പോൾ അത് ഒരുപക്ഷെ ഒരു പ്രതിപക്ഷം രാഷ്ട്രപതി ഇല്ലാത്ത സമയത്ത് രാഷ്ട്രപതിയിലേക്ക് മാർച്ച് നടത്തുന്നതിന് പരിഹസിക്കും. BJP നമ്മളെ പരിഹസിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അവസാനം അത് വേണ്ടെന്ന് വെച്ചു. പിന്നീടാണ് പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് വന്നത്. എന്നാൽ പിന്നെ ഈ ഞാൻ പറഞ്ഞതുപോലെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വത്തിൽ ഒളിച്ചോടാൻ പറ്റില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധം. MP-മാർ ലോക്സഭയിലെയും രാജ്യസഭയിലെ MP-മാരാണ്. ലോക്സഭയിലെ ഏതാണ്ട് കോൺഗ്രസിന് 90 MP-മാരും രാജ്യസഭയിലെ ഏതാണ്ട് 10-30 MP-മാരുമാണ് ഇന്നലെ ഏതാണ്ട് 120ഓളം MP-മാർ മാത്രമാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. അല്ലാതെ പബ്ലിക്കല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളില്ല, കോൺഗ്രസ് പ്രവർത്തകരല്ല. 130ഓളം വരുന്ന രാജ്യസഭയിലെയും ലോക്സഭയിലെയും MP-മാരാണ് ഇന്നലത്തെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത്. ഏതാണെങ്കിലും കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് റിപ്പോർട്ടിന് പ്രതികരിച്ചത്. വലിയ പ്രതിഷേധം ഇന്നും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയാണ്. വീഡിയോ ന്യൂസ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.